है ना, ऐसे ले लो। ओके और लिया छोड़ दो, സ്റ്റിക്കൊന്നും കൊണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് നമ്മൾ ഫിഷിംഗ് ഹാർബറിലാണ്. ഫിഷിങ്ങിനായിട്ട് വന്നതല്ല, നമ്മൾ ഫിഷ് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് കുറച്ച് ഡിലേ ഉണ്ട്, ബോട്ട്സുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയം ഒന്ന് ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് മൈദ ഒപ്പിച്ചെടുത്തിട്ട് നമ്മളൊന്ന് എടുക്കുകയാണ്. സ്റ്റിക്കില്ലായിരുന്നു, വലിയ സ്റ്റിക്കാണ് വേണ്ടത്, പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പം നമ്മൾ കുറച്ച് സെൽഫി സ്റ്റിക്ക്, കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് കൊണ്ടുവന്നത്, അതും കടലാസിൽ പൊതിഞ്ഞ് കുറച്ച് അളവേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് ഒരു ഹുക്ക് കുറച്ച് വലുതാണ്, കാരണം നമ്മൾ അങ്ങനെ ഫിഷിങ് അങ്ങനെ വിചാരിച്ചിട്ടല്ല വന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് മൈദ ഇട്ടിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെൽഫി സ്റ്റിക്കാണ് ഇത്, ഫിഷിംഗ് റോഡോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ ലെങ്ത്തും കുറവാണ്. അപ്പം ഇവിടുന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരം, ആകെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാത്രമേ ട്രൈ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ മീനിനെ കിട്ടി. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, റാബിറ്റ് ഫിഷ് എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫിഷാണ്. ഒന്നാമത് ആ കവറില്ലാത്തതുകൊണ്ട് ഞാൻ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല മുള്ളുള്ള സൈസാണ്. നമ്മുടെ എന്താ പറയുക, ഏട്ടച്ചുള്ളിയൊക്കെ എൻ്റെ കുത്തൊക്കെ കുത്തുന്ന പോലെ 2 കുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വേദന ഉണ്ട്. അപ്പം നമ്മൾ അധിക നേരം ഇവിടെ നിന്നില്ല. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്, കാരണം ബോട്ടുകളൊക്കെ തിരിച്ച് പോകുന്ന ഒരു കാഴ്ച അടിപൊളിയാണ്. അത് പായ് ബോട്ടും അല്ലാതെ എൻജിൻ പിടിപ്പിച്ച ബോട്ടും ഒക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നുള്ളൂ. ഒരു മൊത്തത്തിലൊരു 4 ചെറിയ മീനെ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ കറക്റ്റുള്ള സൈസ് ഹുക്കും കുറച്ച് ഫുഡൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഫിഷിങ് നടത്താവുന്നതാണ്. അപ്പം അടുത്തൊരു ദിവസം നല്ല എല്ലാ എക്യുപ്മെൻറ്റ്സും ആയിട്ട് നമുക്ക് ഇവിടെ വന്നൊരു ഫിഷിംഗ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം വളരെ മോശമൊന്നുമില്ല, നല്ല ക്ലിയറുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സാധാരണ എല്ലാ സ്ഥലത്തും ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇടുമല്ലോ, അതിൻ്റെ കുറച്ച് വൃത്തികേടുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.